റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. എന്തൊക്കെയാണ് ഒരു ബാങ്കറിന്റെ അവകാശങ്ങൾ? കസ്റ്റമറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അവകാശങ്ങളാണ് ഒരു ബാങ്കിനുള്ളത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് ചാർജ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് റൈറ്റ്സ് ആർക്കുണ്ട്? ബാങ്കറിനുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് റൈറ്റ്സ് ഓഫ് ബാങ്കറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് ജനറൽ ലീൻ. എന്താണ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീൻ ഈസ് ദ റൈറ്റ് ഓഫ് ക്രെഡിറ്റർ ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് ഡെപ്റ്റർ അൺടിൽ പേയ്മെന്റ് ഈസ് മെയ്ഡ്. ഫോർ എക്സാമ്പിൾ, രണ്ടാളുകളുണ്ട് വിചാരിക്കാം, എ ആൻഡ് ബി. ബിയുടെ കയ്യിൽ നിന്ന് എക്ക് ക്യാഷ് കിട്ടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ആരാണ്? ക്രെഡിറ്റർ ആണ്, ബി ഡെപ്റ്റർ ആണ്. ഓക്കെ, അപ്പം ബി തരാനുള്ള ക്യാഷ് തരുന്നത് വരെ ബിയുടെ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള എയുടെ റൈറ്റിനെയാണ് എന്ത് പറയാം? ലീൻ എന്ന് പറയാം. ഈ ലീൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിൽ സെക്ഷൻ 170 എന്ന് പറയുന്നത് പർട്ടിക്കുലർ ലീനും സെക്ഷൻ 171 ജനറൽ ലീനുമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ ലീനാണ്. ബാങ്കിന്റെ ലീനിനാണ് എന്ത് പറയാം? ജനറൽ ലീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് ഇത് രണ്ടും എന്ന് പറയാം. പർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രെഡിറ്റർ, ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ എ ക്രെഡിറ്റർ ഒരു ബാങ്കർ അല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് അല്ലാത്ത എല്ലാ ക്രെഡിറ്റേഴ്സിൻ്റെയും റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? പർട്ടിക്കുലർ ലീൻ എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടൈലറിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് കൊടുത്തു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴാണ് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് തരാം? നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുമ്പോൾ, അല്ലെ? നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോഴാണ് അവർ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് നമുക്ക് തരാം. എപ്പോഴാണോ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് അതുവരെ നമ്മുടെ ഡ്രസ്സ് കയ്യിൽ തന്നെ വെക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ടൈലറിനുണ്ട്. അത് പർട്ടിക്കുലർ ലീനാണ്. ഓക്കെ, അവരുടെ റൈറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആണ്, സ്പെസിഫിക് ആണ്. ഏത് ഐറ്റത്തിലാണോ ഡെപ്റ്റ് ഉള്ളത്, എന്തിലാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, ആ ഐറ്റം അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ കയ്യിൽ തന്നെ വെക്കാം. എപ്പോൾ വരെ? പേയ്മെൻറ്റ് ചെയ്യുന്നത് വരെ. അതിനെയാണ് എന്ത് പറയാം? പർട്ടിക്കുലർ ലീൻ എന്ന് പറയാം. അതേസമയം ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ബാങ്കർ. ഈ പറയുന്ന ക്രെഡിറ്റർ ഒരു ബാങ്കർ ആണെങ്കിൽ ആ ലീനിനെ നമ്മൾ എന്ത് പറയും? ജനറൽ ലീൻ എന്ന് പറയും. ഓക്കെ, ജനറൽ ലീൻ എന്ന് പറയാനുള്ള കാരണം എല്ലാ പ്രോപ്പർട്ടീസിലേക്കും അല്ലെങ്കിൽ എല്ലാ ഡെപ്റ്റിലേക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ് ആർക്കുള്ളത്? ബാങ്കിനുള്ളത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നോക്കുക, ഫസ്റ്റ് റൈറ്റ് ആണ് ബാങ്കറിൻ്റെ റൈറ്റ് ഓഫ് ജനറൽ ലീൻ. A lien is a right of a banker to retain assets or securities of the customer until dues owed by the customer are fully settled. ഓക്കെ, കസ്റ്റമർ തരാനുള്ള ക്യാഷ് മുഴുവനായിട്ടും തരുന്നത് വരെ, എന്തൊക്കെ എമൗണ്ട് ഏതൊക്കെ ഡെപ്റ്റ് തരാനുണ്ടോ അതെല്ലാം തരുന്നത് വരെ കസ്റ്റമറിൻ്റെ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള ബാങ്കറിൻ്റെ റൈറ്റാണ് എന്ത്? ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലീൻ ഉള്ളത് ഒരു ബാങ്കറിനാണെങ്കിൽ അതിനെ നമ്മൾ ജനറൽ ലീൻ എന്ന് പറയും. ബാങ്കർ അല്ലാത്ത ആളുകൾക്കുള്ള ലീന് പർട്ടിക്കുലർ ലീനാണ്. ഇറ്റ് ഈസ് എ ജനറൽ ലീൻ മീനിങ് ഇറ്റ് കവേഴ്സ് എനി എമൗണ്ട്സ് ഓഡ് ബൈ ദ കസ്റ്റമർ, നോട്ട് ജസ്റ്റ് എ സ്പെസിഫിക് ലോൺ. നോട്ട് ജസ്റ്റ് എ സ്പെസിഫിക് ലോൺ. ജനറൽ ലീനാണ്. ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലോണിൽ മാത്രമല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ മോഡ്ഗേജ് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, മോഡ്ഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റിൽ ഡീഡ് വെച്ചിട്ട്, ആധാരം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലോൺ എടുത്തിട്ടുണ്ട് 10 ലക്ഷം രൂപ. അപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് സെക്യൂരിറ്റി ഉണ്ട്, അല്ലെ? എന്താ സെക്യൂരിറ്റി? ടൈറ്റിൽ ഡീഡാണ്, ആധാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേ ബാങ്കിൽ തന്നെ നമുക്കൊരു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ ഉണ്ട്. പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സെക്യൂരിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 10 ലക്ഷം രൂപ വരുന്ന ലോൺ, അത് ലോണും ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും ഒക്കെ കൂട്ടിയിട്ട് ലോൺ നമ്മൾ എന്ത് ചെയ്തു? അടച്ചു. ഓക്കെ, ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് ടൈറ്റിൽ ഡീഡ് തരുമോ? നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചത് ഈ പെർട്ടിക്കുലർ മോഡ്ഗേജിനാണ്. ആ മോഡ്ഗേജ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് തീർത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ടൈറ്റിൽ ഡീഡ് തിരിച്ചു തരുമോ?
തരില്ല. കാരണം എന്താ, നമ്മളിവിടെ 2 ലക്ഷം രൂപ പേഴ്സണൽ ലോണും കൂടെ അടയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ലക്ഷം രൂപ പേഴ്സണൽ ലോണിൻ്റെ സെക്യൂരിറ്റി ആണോ ശരിക്കും ആ ടൈറ്റിൽ ഡീഡ്? അല്ല. പക്ഷേ ഏതെല്ലാം ഡെപ്റ്റ് ഉണ്ടോ അതിലേക്കൊക്കെ നമ്മൾ ഈ വച്ചിട്ടുള്ള സെക്യൂരിറ്റി അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഏതെല്ലാം എമൗണ്ട് ബാങ്കിന് തിരിച്ചു കിട്ടാനുണ്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് ബാങ്കിന് എന്ത് ചെയ്യാം, അവരുടെ കയ്യിലുള്ള കസ്റ്റമറിൻ്റെ പ്രോപ്പർട്ടി കൈവശം വയ്ക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ലീനിനെ എന്ത് വിളിക്കുന്നത്? ജനറൽ ലീൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ഡെപ്റ്റ്. എല്ലാ ഡെപ്റ്റിലേക്കും ഈ അവകാശം അപ്ലിക്കബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് ജനറൽ ലീൻ. The banker can retain goods, securities or other assets coming into their possession in the ordinary course of business. ബിസിനസിൻ്റെ ഭാഗമായിട്ട്, ബാങ്കിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ഇതിന് മുകളിലൊക്കെ ബാങ്കിന് എന്തുണ്ടാവും? റൈറ്റ് ഓഫ് ലീൻ ഉണ്ടാവും. ബാങ്കേഴ്സ് ലീൻ ഈസ് ഓഫൺ ട്രീറ്റഡ് ആസ് ആൻ ഇംപ്ലൈഡ് പ്ലെഡ്ജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലെഡ്ജ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, പേഴ്സണൽ ലോൺ ഉണ്ട്. പേഴ്സണൽ ലോണിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? സെക്യൂരിറ്റി വച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മോർഗേജിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ഡീഡ് ഈ പേഴ്സണൽ ലോണിലും കൂടെ നമ്മൾ പ്ലെഡ്ജ് ചെയ്ത പോലെയാണ് അല്ലേ? നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൽ, ഈ ഒരു പെർട്ടിക്കുലർ ലോണിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് വച്ചിട്ടില്ലെങ്കിൽ പോലും അത് നമ്മൾ പണയം വെച്ചതുപോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഇംപ്ലൈഡ് പ്ലെഡ്ജ്. പുറമേക്ക് നമുക്ക് പ്ലെഡ്ജ് ഒന്നും കാണാൻ കഴിയില്ല, പക്ഷേ അവിടെ ഒരു പ്ലെഡ്ജ് ഉള്ളത് പോലെയാണ്. ഓക്കെ, ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? എക്സ്പ്രസ് അല്ല, പുറമേക്ക് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അങ്ങനെ ഒരു ഐറ്റം ഉള്ളതുപോലെയാണ്. അതുകൊണ്ടാണ് ബാങ്കേഴ്സ് ലീനിനെ അല്ലെങ്കിൽ ജനറൽ ലീനിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. മീനിങ് ബാങ്കർ മേ ഈവൻ സെൽ ദ ഗുഡ്സ് ആഫ്റ്റർ ഗിവിങ് നോട്ടീസ്. ഓക്കെ, അവർക്ക് അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി വിൽക്കാൻ വരെ റൈറ്റ് ഉണ്ട്. എപ്പം? ഓവർ ഡ്യൂ ആയതിനു ശേഷം നമുക്ക് നോട്ടീസൊക്കെ തന്ന് നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെല്ല് ചെയ്യാൻ വരെയുള്ള റൈറ്റ് ഉണ്ട് ആഫ്റ്റർ ഗിവിങ് നോട്ടീസ്. ഓക്കെ, എന്താണോ നമ്മുടെ കേസ്, എന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമം, അതിനനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് എന്ത് വരെ ചെയ്യാം? ആ പ്രോപ്പർട്ടി എടുത്ത് വിൽക്ക വരെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പറയുന്നത് റൈറ്റ് ഓഫ് ലീൻ. ദ റൈറ്റ് കനോട്ട് ബി എക്സസൈസ്ഡ് വെൻ. എപ്പോഴാണ് റൈറ്റ് ഓഫ് ലീൻ ഉപയോഗിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് റൈറ്റ് ഓഫ് ലീൻ അപ്ലിക്കബിൾ അല്ലാത്തത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഗുഡ്സ് ആർ ഇൻട്രസ്റ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, നമ്മൾ ഈ പർട്ടിക്കുലർ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബാങ്കിന് കൊടുത്തിട്ടുള്ളത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടല്ല. ഫോർ എക്സാമ്പിൾ, ഫോർ സേഫ് കസ്റ്റഡി. ഓക്കെ, നമ്മൾ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡ് ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടൈറ്റിൽ ഡീഡ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും റൈറ്റ് ഓഫ് ലീൻ ഉണ്ടാവില്ല. കാരണം എന്താ? ബാങ്കിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് ബാങ്കിൻ്റെ കയ്യിൽ വന്നത്. സേഫ് കസ്റ്റഡിയുടെ ഭാഗമായിട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ റൈറ്റ് ഓഫ് ലീൻ അപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് പോയിന്റ്, ദർ ഇസ് ആൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. ടു ദ കോൺട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ട്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ എഗ്രിമെൻ്റ് ഉണ്ട് വിചാരിക്കുക കസ്റ്റമറും ബാങ്കറും തമ്മിൽ. കസ്റ്റമറിൻ്റെ ഒരു പ്രോപ്പർട്ടിയും ലീനിൻ്റെ ഭാഗമായി കൈവശം വെക്കാൻ ബാങ്കിന് അവകാശമില്ല. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ റൈറ്റ് ഓഫ് ലീൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് റെയർ കേസാണ്. അങ്ങനെ ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, ഐറ്റംസ് ആർ ജോയിൻ്റ് അക്കൗണ്ട്സ് ബട്ട് ഡെപ്റ്റ് ഈസ് ഇൻഡിവിജ്വൽ ഓർ വൈസ് വേഴ്സ. എന്ന് പറഞ്ഞാൽ എന്താ? ഐറ്റംസ് ആർ ജോയിൻ്റ് അക്കൗണ്ട്സ് ബട്ട് ഡെപ്റ്റ് ഈസ് ഇൻഡിവിജ്വൽ. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്, പക്ഷേ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡെപ്റ്റിന് മുകളിൽ ജോയിൻ്റ് ആയിട്ടുള്ള ഐറ്റംസിന് എന്തുണ്ടാവില്ല? ലീൻ ഉണ്ടാവില്ല. അതേപോലെ തിരിച്ചും ഡെപ്റ്റ് എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്, പക്ഷേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. ഫോർ എക്സാമ്പിൾ, രണ്ടുപേരും എക്സ് ആൻഡ് വൈ
ഓക്കെ, എക്സിൻ്റെയും വൈയുടെയും കൂടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആരുടെ കയ്യിലുള്ളത്? ബാങ്കിൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, പക്ഷേ ഡെപ്റ്റ് ഉള്ളത് ആർക്ക് മാത്രമാണ്? എക്സിന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റൈറ്റ് ഓഫ് ലീൻ അപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ലീൻ ഉപയോഗിക്കാനായിട്ട് ബാങ്കിന് പറ്റില്ല. അതേപോലെ നേരെ തിരിച്ചു. ഓക്കെ, എക്സിൻ്റെയും വൈയുടെയും കൂടെ പേരിലാണ് ഡെപ്റ്റ്, പക്ഷേ എക്സിൻ്റെ മാത്രം പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യില്ല? റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. ദെൻ സെക്യൂരിറ്റീസ് ആർ ഹെൽഡ് ഇൻ ട്രസ്റ്റ് ബൈ ദ കസ്റ്റമർ. സെക്യൂരിറ്റീസ് ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ ആ കേസിലും റൈറ്റ് ഓഫ് ലീൻ അപ്ലിക്കബിൾ ആയിരിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ബാങ്കിൻ്റെ ഫസ്റ്റ് റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ഓഫ് ലീനിനകത്ത് വരുന്നത്. അപ്പോൾ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ക്രെഡിറ്റർ. ജനറലി പറയുമ്പോൾ ഓക്കെ, ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് ക്രെഡിറ്റർ ആണ്. ജനറൽ ലീൻ ആരുടെ റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ബാങ്കർ. ജനറൽ ലീൻ ആണ് ബാങ്കേഴ്സ് ലീൻ. ഇതിനെ നമ്മൾ എന്താ പറയുക? ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് എ ബാങ്കർ ടു കമ്പൈൻ or adjust the balances of 2 or more accounts of the same customer to recover dues. ഓക്കെ, ബാങ്കുകൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റൈറ്റ് ആണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ. ഓക്കെ, എ എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവാം അല്ലേ? ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതേ ബാങ്കിൽ അതേ കസ്റ്റമറിന് തന്നെ ഒരു ലോണും ഉണ്ട്. അപ്പോൾ അവർക്കൊരു ലോൺ അക്കൗണ്ട് ഉണ്ടാവും. ലോൺ അക്കൗണ്ടിന് ഏത് ബാലൻസാണ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരേ കസ്റ്റമറാണ്, എയുടെ പേരിലാണ് ഈ രണ്ട് അക്കൗണ്ടുകളും ഉള്ളത്. ഒന്നിൽ ഡെബിറ്റ് ബാലൻസും ഒന്നിൽ ക്രെഡിറ്റ് ബാലൻസും ആണ്. ഡെബിറ്റ് ബാലൻസ് വരാനുള്ള കാരണം ഡ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഡ്യൂസ് ഉള്ളതുകൊണ്ടാണ്, ഡെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വന്നത്. ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ നിന്ന് ബാങ്കിന് ക്യാഷ് എടുക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. ഓക്കെ, അതായത് ലോൺ ഡ്യൂ ആയി എന്ന് വിചാരിക്കുക. ലോണിലേക്ക് എമൗണ്ട് അടയ്ക്കേണ്ട സമയമായി, ഡ്യൂ ആയി കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ സേവിങ്സ് അക്കൗണ്ടിലെ ക്യാഷ് എടുത്തിട്ട് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനെയാണ് എന്ത് പറയുക? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. ദിസ് റിക്വയേഴ്സ് ദ കൺസെൻറ്റ് ഓഫ് കസ്റ്റമർ. ഓക്കെ, കസ്റ്റമറിൻ്റെ സമ്മതി ഇതിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ബാങ്ക് കസ്റ്റമറിന് നോട്ടീസ് കൊടുക്കണം. അറിയിച്ചിട്ട് മാത്രം, സമ്മതത്തോടു കൂടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൈറ്റാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. അപ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര അക്കൗണ്ട് വേണം? 2 അക്കൗണ്ട് വേണം. അത് ആരുടെ പേരിലാവണം? സെയിം കസ്റ്റമർ. ഓക്കെ, ഒരക്കൗണ്ട് എക്സിൻ്റെത്, മറ്റേ അക്കൗണ്ട് എക്സും വൈയും കൂടെ. അപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒരേ കസ്റ്റമർ ആയിരിക്കണം, അതേപോലെ തന്നെ ബാലൻസ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് ക്രെഡിറ്റ് ബാലൻസും ഒന്ന് ഡെബിറ്റ് ബാലൻസും ആണെങ്കിൽ കിട്ടാനുള്ള എമൗണ്ട്, ഡെപ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം? ക്യാഷ് സെറ്റ് ഓഫ് ചെയ്യാം. ഇതിനെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. കണ്ടീഷൻ. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് അപ്ലിക്കബിൾ ആവണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് മസ്റ്റ് ബിലോങ് ടു ദ സെയിം കസ്റ്റമർ ആൻഡ് സെയിം കപ്പാസിറ്റി. ഒരേ കസ്റ്റമറിൻ്റെ പേരിലുള്ള അക്കൗണ്ടുകളാവണം. എ പേഴ്സണൽ അക്കൗണ്ട് കനോട്ട് ബി സെറ്റ് ഓഫ് വിത്ത് എ ട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ഒരു പേഴ്സൺ ഉണ്ട് വിചാരിക്കാം, മിസ്റ്റർ എക്സ്. എക്സിൻ്റെ അക്കൗണ്ടും എക്സ് ട്രഷറർ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ? സെയിം കസ്റ്റമർ അല്ല, അക്കൗണ്ട് ഹോൾഡറിൽ വ്യത്യാസമുണ്ട്. എ ജോയിൻ്റ് അക്കൗണ്ട് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഡെപ്റ്റ്. ഓക്കെ, 2 പേര് ഒരുമിച്ച്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ടാണ്. ഹസ്ബൻഡിൻ്റെ മാത്രം പേരിൽ ഒരു ലോൺ ഉണ്ട്. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരേ കസ്റ്റമർ ആവണം, ഒരേ അക്കൗണ്ട് ഹോൾഡർ ആവണം. ഒരു തരത്തിലുള്ള ഡിഫറൻസും അക്കൗണ്ട് ഹോൾഡേഴ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഡെപ്റ്റ്സ് മസ്റ്റ് ബി ഡ്യൂ ആൻഡ് സെർട്ടൈൻ. ഡെപ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടാവണം. ആവാൻ പോകുന്ന, ഫ്യൂച്ചറിൽ ഡ്യൂ ആവാൻ പോകുന്ന ഒരു ഡെപ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ആയിട്ടുണ്ടാവണം. ആൻഡ് സെർട്ടൈൻ, സ്പെസിഫിക് ആയിരിക്കണം. ഇത്ര എമൗണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഡെപ്റ്റിൽ ഒരു സെർട്ടൈൻ എമൗണ്ടും കൂടെ ഉണ്ടായിരിക്കണം. ബാങ്കർ ഗിവ്സ് എ നോട്ടീസ് ബിഫോർ എക്സസൈസിങ് ദിസ് റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ കൺസെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് എന്ത് ചെയ്യും?
കസ്റ്റമറിന് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്ത് അറിയിച്ചതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിൽ കൂടുതലോ അക്കൗണ്ടുകൾ ഉള്ള സമയത്ത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഇവിടെ കസ്റ്റമറിൻ്റെ കൺസെൻറ്റ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ബാങ്കർ കസ്റ്റമറിന് എന്ത് കൊടുക്കണം? നോട്ടീസ് കൊടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ കസ്റ്റമർ ഹാസ് ലോൺ ഡ്യൂ, 50,000 രൂപ ലോണ് അടയ്ക്കാനുണ്ട് കസ്റ്റമർ. സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് 30,000 രൂപ. അപ്പം ബാങ്ക് എന്ത് ചെയ്യും? ദ ബാങ്ക് മേ ട്രാൻസ്ഫർ ₹30,000 ഫ്രം സേവിങ്സ് അക്കൗണ്ട് ടു ലോൺ അക്കൗണ്ട് ടു റെഡ്യൂസ് ഡ്യൂസ്. അടയ്ക്കാനുള്ള എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡെപ്റ്റ് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സേവിങ്സ് അക്കൗണ്ടിലുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ കസ്റ്റമർ മേക്സ് എ പേയ്മെൻറ്റ് വിത്തൗട്ട് സ്പെസിഫൈങ് വിച്ച് ഡെപ്റ്റ് ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു, the banker has a right to appropriate the amount towards any of the customer's debts. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൽ നിന്ന് ഒരു കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട് 5 ലക്ഷം രൂപ. ഓക്കെ, അതേ ബാങ്കിൽ നിന്ന് അതേ കസ്റ്റമർ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് 2,50,000 രൂപ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 7,50,000 രൂപ കസ്റ്റമർ ബാങ്കിന് കൊടുക്കാനുണ്ട്. ഈ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്കൊരു 3 ലക്ഷം രൂപ അടയ്ക്കുന്നു. ഓക്കെ, 3 ലക്ഷം രൂപ അടയ്ക്കുന്നു. അടയ്ക്കുന്ന സമയത്ത് കസ്റ്റമർ സ്പെസിഫൈ ചെയ്യുന്നില്ല ഈ 3 ലക്ഷം രൂപ ലോണിലേക്കാണോ, അല്ലെങ്കിൽ അതിൽ 2.5 ലക്ഷം ഓഡിയിലേക്ക് അടച്ചിട്ട് ബാലൻസ് ആണോ ലോണിലേക്ക് ചെയ്യേണ്ടത്, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സമയത്താണ് ഏത് റൈറ്റ് വരുന്നത്? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ദർ മസ്റ്റ് ബി 2 or more ഡെപ്റ്റ്സ്. ഇവിടെ ഈ ഒരു ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ വിചാരിക്കുക, ലോണ് മാത്രമേ തിരിച്ചടയ്ക്കാനുള്ളൂ, ഒരൊറ്റ ഡെപ്റ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ 3 ലക്ഷം അടച്ചാൽ ബാങ്ക് എന്ത് ചെയ്യും? ലോണിലേക്ക് ആ 3 ലക്ഷം മാറ്റും. ഓക്കെ, അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 2 or 2 കൂടുതലോ ഡെപ്റ്റ് ഉണ്ടെങ്കിലാണ് ഏത് റൈറ്റ് വരാം? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ എമൗണ്ട് ഷുഡ് ബി ഇൻസഫിഷ്യൻറ്റ് ടു കവർ ദ ഹോൾ ഡെപ്റ്റ്. ഇവിടെ ഇപ്പം ടോട്ടൽ 7,50,000 രൂപ അടയ്ക്കാനുണ്ട്. കസ്റ്റമർ ബാങ്കിലേക്ക് അടയ്ക്കുന്നത് 7,50,000 ആണ്. അപ്പോഴും ഏത് റൈറ്റ് വരില്ല? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ വരില്ല. കാരണം എന്താ? മുഴുവൻ ഡെപ്റ്റും അടച്ചു തീർക്കാനുള്ള എമൗണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളുള്ള സമയത്താണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ വരിക. ഒന്ന്, 2 or 2 കൂടുതലോ ഡെപ്റ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആ എമൗണ്ട് എന്ന് പറയുന്നത് മുഴുവൻ ഡെപ്റ്റും തീർക്കാൻ ഇൻസഫിഷ്യൻ്റ് ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അപ്പോൾ ഏത് റൈറ്റ് ഉണ്ടാവും? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഉണ്ടാവും. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഏതിലേക്കാണ് മാറ്റേണ്ടത്? ഓക്കെ, ലോണിലേക്ക് മാറ്റണോ, ഓവർ ഡ്രാഫ്റ്റിലേക്ക് മാറ്റണോ, ഇത് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുക? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയാം. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനിലെ റൂൾസ് നോക്കാം. ഫസ്റ്റ് വൺ, കസ്റ്റമേഴ്സ് ചോയ്സ് ഫസ്റ്റ്. ഇഫ് ദ കസ്റ്റമർ സ്പെസിഫൈസ് ദ ഡെപ്റ്റ് ടു ബി ക്ലിയർഡ്, ബാങ്കർ മസ്റ്റ് ഫോളോ. ഈ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആദ്യം കിട്ടുന്നത് പ്രൈമറിലി ഈ അവകാശമുള്ളത് ആർക്കാണ്? കസ്റ്റമറിനാണ്. ഓക്കെ, ഇപ്പോൾ 3 ലക്ഷം രൂപ അടയ്ക്കുന്ന സമയത്ത് കസ്റ്റമറിന് പറയാം ആ 3 ലക്ഷം ലോണിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിലേക്ക് 2 ലക്ഷം മാറ്റിയിട്ട് ലോണിലേക്ക് 1 ലക്ഷം മാറ്റണം. ഇങ്ങനെയൊക്കെ ആർക്ക് പറയാം? കസ്റ്റമറിന് പറയാം. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആദ്യം കിട്ടുന്നത് ആർക്കാണ്? കസ്റ്റമറിനാണ്. ഓക്കെ, സെക്കൻഡ് നോക്കാം, ബാങ്കേഴ്സ് ചോയ്സ് നെക്സ്റ്റ്. If the customer does not specify, banker may choose which debt to clear. കസ്റ്റമർ പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഓഡിയിലേക്കാണോ ലോണിലേക്കാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ റൈറ്റ് പിന്നെ ആർക്ക് കിട്ടും? ബാങ്കറിന് കിട്ടും. അപ്പോൾ ബാങ്കിന് തീരുമാനിക്കാം അത് ഓഡിയിലേക്ക് മാറ്റണോ ലോണിലേക്ക് മാറ്റണോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം.
ലോസ്റ്റ് ചോയ്സ് ലാസ്റ്റ്ലി. ഇനി ഇഫ് നൈദർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്, the law applies the payment to the earliest debt first. ആദ്യം ഈ റൈറ്റ് കസ്റ്റമറിന് കിട്ടി, കസ്റ്റമർ ആ റൈറ്റ് ഉപയോഗിച്ചില്ല. പിന്നെ ഈ റൈറ്റ് ബാങ്കിന് കിട്ടി, ബാങ്കും ആ റൈറ്റ് ഉപയോഗിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എന്താ ചെയ്യുക? നിയമപ്രകാരമാണ് അപ്രോപ്രിയേഷൻ നടത്തുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ക്ലേറ്റൺസ് റൂൾ. ഓക്കെ, എന്താ ക്ലേറ്റൺസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് നൈദർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്, രണ്ടുപേരും സ്പെസിഫൈ ചെയ്യാത്ത സമയത്ത് ദ ലോ അപ്ലൈസ് ദ പേയ്മെൻറ്റ് ടു ദ ഏർലിയസ്റ്റ് ഡെപ്റ്റ് ഫസ്റ്റ്. ഓക്കെ, ഏർലിയസ്റ്റ് ഡെപ്റ്റ്, ആദ്യം ഡ്യൂ ആയതിലേക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യാം, അതിനുശേഷം ഡ്യൂ ആയതിലേക്ക് എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലേറ്റൺസ് റൂൾ. ക്ലേറ്റൺസ് റൂളിൽ നമ്മൾ അപ്ലിക്കബിൾ ആക്കുന്നത് ഫിഫോ മെത്തേഡാണ്. ദ അപ്രോച്ച് ഈസ് ഫിഫോ അപ്രോച്ച്. എന്താ ഫിഫോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ആദ്യം ഡ്യൂ ആയതിലേക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യാം, എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത ഡെപ്റ്റിലേക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുക. ഇത് എപ്പോഴാണ് ഫോളോ ചെയ്യുന്നത്? വെൻ നൈദർ കസ്റ്റമർ നോർ ബാങ്കർ യൂസസ് ദ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ കസ്റ്റമർ ഉപയോഗിക്കുന്നില്ല, ബാങ്കർ ഉപയോഗിക്കുന്നില്ല. അപ്പോഴാണ് ഏത് അപ്ലിക്കബിൾ ആവുക? ക്ലേറ്റൺസ് റൂൾ അല്ലെങ്കിൽ ക്ലേറ്റൺസ് പ്രിൻസിപ്പിൾ. ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഡ്യൂ ആയതിലേക്ക് ആദ്യം എമൗണ്ട് മാറ്റും. ക്ലിയർ അല്ലേ? ഇതാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. അടുത്തത് റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ്. The bank has the right to charge interest on loans and advances according to agreed terms or banking practices. Okay, agreed terms എന്താണോ, ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ചിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുകളിലെല്ലാം ബാങ്കിന് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺ ഉണ്ട്. സെക്യൂർഡ്, അൺസെക്യൂർഡ്, ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം, ഇങ്ങനെയുള്ള എല്ലാ ലോൺസിലും ഇൻട്രസ്റ്റ് വാങ്ങാം. ഓവർ ഡ്രാഫ്റ്റിൽ ഇൻട്രസ്റ്റ് എടുക്കാം, ക്യാഷ് ക്രെഡിറ്റിൽ ഇൻട്രസ്റ്റ് എടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് അഡ്വാൻസസിലും ഇൻട്രസ്റ്റ് എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബാങ്കറിനുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഗവേൺഡ് ബൈ ലോൺ അഗ്രിമെൻറ്റ്സ്, RBI ഗൈഡ് ലൈൻസ് ആൻഡ് ഇന്റേണൽ പോളിസി. ഓക്കെ, ലോൺ അഗ്രിമെൻറ്റ് പ്രകാരം ദെൻ RBI ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് ഇന്റേണൽ പോളിസി, ബാങ്കിൻ്റെ ഇന്റേണലി ഉള്ള പോളിസി നോക്കിയിട്ട് ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ്സ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബാങ്കിനുണ്ട്. ബാങ്കേഴ്സ് ക്യാൻ ചാർജ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താ? അടയ്ക്കാനുള്ള എമൗണ്ട് പെൻഡിങ് ആവുന്നതിനനുസരിച്ച് പെൻഡിങ് ആവുന്ന എമൗണ്ടിന് മുകളിലൊക്കെ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കൂടി 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 വരും. ഓക്കെ, ഇങ്ങനെ കോമ്പൗണ്ട് ബേസിസിൽ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബാങ്കിനുണ്ട്. പീനൽ ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ട്. ഓക്കെ, ഡീഫോൾട്ട്സ് വരുത്തി കഴിഞ്ഞാൽ, കൃത്യസമയത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പെനാൽറ്റി എടുക്കാനുള്ള, പീനൽ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്? ബാങ്കറിനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്സ് കാൽക്കുലേറ്റഡ് ഡെയിലി. ഓവർ ഡ്രാഫ്റ്റ്സിന് മുകളിൽ ഇൻട്രസ്റ്റ് എടുക്കാനും ആർക്ക് റൈറ്റ് ഉണ്ട്? ബാങ്കിന് റൈറ്റ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റിലും ക്യാഷ് ക്രെഡിറ്റിലും ഒക്കെ ടോട്ടൽ എമൗണ്ടിന് മുകളിലല്ല ഇൻട്രസ്റ്റ് വരാം. ഏതിന് മുകളിലാണ്? ഓൺ വിത്ഡ്രോൺ എമൗണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു 10 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട് വിചാരിക്കാം. നമ്മളൊരു 6 ലക്ഷം രൂപയെ പിൻവലിച്ചിട്ടുള്ളൂ. അപ്പോൾ പിൻവലിച്ചിട്ടുള്ള എമൗണ്ടിന് മുകളിൽ മാത്രമാണ് എന്ത് ചാർജ് ചെയ്യുക? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള റൈറ്റ് ടു ആർക്കുണ്ട്? ബാങ്കറിനുണ്ട്. അടുത്തത് റൈറ്റ് ടു ക്ലോസ് ദ അക്കൗണ്ട്. ഇഫ് എ കസ്റ്റമർ റിപ്പീറ്റഡ്ലി ഇഷ്യൂസ് ചെക്സ് വിത്തൗട്ട് ഫണ്ട്, harasses the bank or engages in suspicious activities, the banker has the right to close the account by giving proper notice. ഓക്കെ, അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കറിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ, അതായത് ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും ചെക്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ചെക്കുകളൊക്കെ എന്താവും? ഡിസോണർ ആവും. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ട് ബാങ്ക് ചിലപ്പം ക്ലോസ് ചെയ്തു എന്ന് വരും. അല്ലെങ്കിൽ ഹരാസ് ദ ബാങ്ക്, ബാങ്കിലുള്ളവരെ ഹരാസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എൻഗേജസ് ഇൻ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ്, സംശയാസ്പദമായിട്ടുള്ള
പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ മണി ലോണ്ടറിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഈ അക്കൗണ്ടിൽ നടക്കുന്നത് എന്നൊക്കെ ബാങ്കിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസിലൊക്കെ ബാങ്കിന് എന്ത് ചെയ്യാം, അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബൈ ഗിവിങ് പ്രോപ്പർ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യാം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഒരു റൈറ്റ് ആണ്. പക്ഷേ ക്ലോസ് ചെയ്യുമ്പം നോട്ടീസ് കൊടുക്കണം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഒബ്ലിഗേഷനാണ്. ഓക്കെ, അത് ബാങ്കിൻ്റെ കടമയാണ്. നോട്ടീസ് കൊടുത്തിട്ട് ബാങ്കിന് എന്ത് ചെയ്യാം? ഈ പെർട്ടിക്കുലർ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടീഷൻസ്. റീസണബിൾ നോട്ടീസ് ടു കസ്റ്റമറിന് റീസണബിൾ ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം. സെറ്റിൽമെൻറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. ദെൻ റിട്ടേൺ ഓഫ് അൺയൂസ്ഡ് ചെക്ക് ലീവ്സ്. ഓക്കെ, ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് ബുക്കിൽ ബാലൻസ് ഉള്ള ചെക്ക് ലീഫ് ഉണ്ടാവുമല്ലോ, ഈ ചെക്ക് ലീവ്സ് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഉപയോഗിക്കാത്ത ചെക്ക് ലീഫ് തിരിച്ച് ബാങ്കിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. ഇത്രയാണ് ഇതിൽ വരുന്ന കണ്ടീഷൻസ്. എപ്പോഴാണ്? അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, റൈറ്റ് ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ചെക്കിന് മുകളിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്. സ്റ്റോപ്പ് പേയ്മെൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. എ ബാങ്കർ മേ റെഫ്യൂസ് ടു ഹോണർ ചെക്ക് ഹോണർ ചെയ്യാണ്ടിരിക്കാം ബാങ്കിന്, അതിനുള്ള റൈറ്റ് ഉണ്ട്. എപ്പോഴൊക്കെയാണ്? വെൻ ദ അക്കൗണ്ട് ഈസ് ക്ലോസ് ചെയ്ത ഒരു അക്കൗണ്ടിലെ ചെക്കാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ വെൻ ദ ബാങ്ക് ഹാസ് എക്സസൈസ്ഡ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, ബാങ്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഉപയോഗിച്ചിട്ട് ആ അക്കൗണ്ടിലുള്ള സേവിങ്സ് അക്കൗണ്ടിലുള്ള ക്യാഷൊക്കെ ലോണിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കാം. അതിനുശേഷം ചെക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും ബാങ്കിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഹോണർ ചെയ്യാൻ കഴിയില്ല. വെൻ ദർ ഈസ് എ കോർട്ട് ഓർഡർ, ഗാർണിഷ് ഓർഡർ ഓർ അറ്റാച്ച്മെൻറ്റ് ഓർഡർ, ഗാർണിഷ് ഓർഡറോ അറ്റാച്ച്മെൻറ്റ് ഓർഡറോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കോർട്ട് ഓർഡറോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ഹോണർ ചെയ്യാനായിട്ട് പറ്റില്ല. ഹൗവർ ദിസ് ഈസ് മോർ ഓഫ് എ പ്രൊട്ടക്റ്റീവ് റൈറ്റ് നോട്ട് എ പ്രിവിലേജ്. ഇത് ബാങ്കിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല, ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് റൈറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പം ഇതും സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ചെക്കിന് മുകളിൽ ഹോണർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും ബാങ്കിൻ്റെ ഒരു റൈറ്റാണ്. ഇത് എപ്പോഴും ഉള്ളതല്ല, സ്പെഷ്യൽ കേസിൽ മാത്രം. ഓക്കെ, അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിറ്റുവേഷനിലൊക്കെ ബാങ്ക് എന്ത് ചെയ്യാം? ബാങ്കിന് എന്ത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്? ചെക്കിന് മുകളിൽ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു കമ്പൈൻ അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദ ബാങ്കർ ക്യാൻ കമ്പൈൻ 2 or more accounts ഓഫ് ദ സെയിം കസ്റ്റമർ. ഒരു കസ്റ്റമറിൻ്റെ 2 അതിൽ കൂടുതലോ അക്കൗണ്ടുകൾ കമ്പൈൻ ചെയ്യാനുള്ള റൈറ്റ് ബാങ്കറിനുണ്ട്. അത് സെയിം ബ്രാഞ്ചിൽ തന്നെ ആവണമെന്നില്ല. ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലുള്ള അക്കൗണ്ട് ആണെങ്കിലും സെയിം ബാങ്ക് ആയിരിക്കണം. പക്ഷേ ഒരു ബാങ്കിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലുള്ള അക്കൗണ്ടുകളാണെങ്കിലും ബാങ്കിന് എന്ത് ചെയ്യാം? ആ അക്കൗണ്ടുകൾ കമ്പൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എപ്പോൾ? വെൻ ദർ ഈസ് നോ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. ഇതിന് വിപരീതമായിട്ടൊരു കരാർ ബാങ്കും കസ്റ്റമറും തമ്മിൽ ഇല്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ബാങ്കും കസ്റ്റമറും ഒരു പെർട്ടിക്കുലർ എഗ്രിമെൻറ്റ് ഉണ്ട് വിചാരിക്കുക, അക്കൗണ്ട്സ് ഒന്നും കമ്പൈൻ ചെയ്യാൻ പാടില്ല, അപ്പോൾ പിന്നെ ചെയ്യരുത്. അല്ലാത്ത കേസിൽ നോർമലി എന്ത് ചെയ്യാം? അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. ദ അക്കൗണ്ട്സ് ബിലോങ് ടു ദ സെയിം പേഴ്സൺ ആൻഡ് സെയിം കപ്പാസിറ്റി. ഒരേ ആളുടെ, ഓക്കെ, ഇപ്പോൾ ഒന്ന് എക്സിൻ്റെ പേരിൽ മറ്റത് എക്സും വൈയും കൂടെ അങ്ങനെ പറ്റില്ല. ഒരേ കസ്റ്റമർ ആയിരിക്കണം, സെയിം കപ്പാസിറ്റി ആയിരിക്കണം. അപ്പം അവർക്ക് എന്ത് ചെയ്യാം? ഈ പെർട്ടിക്കുലർ റൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യാന്ന് പറയുമ്പം ഓർത്ത് വയ്ക്കുക, സെയിം ബ്രാഞ്ച് ആവണമെന്നില്ല. ഒരു ബാങ്കിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലുള്ള അക്കൗണ്ടുകളും എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ, കമ്പൈനിങ് കറണ്ട് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് ഉള്ള കറണ്ട് അക്കൗണ്ട് 40,000 ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സേവിങ്സ് അക്കൗണ്ട് 25,000. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കസ്റ്റമർ ഓസ് ₹15,000 അല്ലേ? സേവിങ്സ് അക്കൗണ്ടിൽ 25,000 രൂപ ഉണ്ടായിരുന്നു. ഓവർ ഡ്രാഫ്റ്റ് ആണ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. 40,000 രൂപ കൊടുക്കാനുണ്ട്. ഇനി എത്ര രൂപ കൊടുക്കാനുള്ളത്? 15,000. ഇങ്ങനെ കമ്പൈൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബാങ്കറിനുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, റൈറ്റ് ടു റിക്കവർ ചാർജസ് ആൻഡ് കമ്മീഷൻ. ചാർജസും പലതരത്തിലുള്ള കമ്മീഷനും ഒക്കെ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ്. ബാങ്കർ ഹാസ് ദ റൈറ്റ് ടു ചാർജ് സർവീസ് ചാർജ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, എന്ത് തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ATM സർവീസ്, SMS സർവീസ്, ഇതിനൊക്കെ ചാർജ് എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബാങ്കിനുണ്ട്.
കമ്മീഷൻ ഫോർ റെമിറ്റൻസ്, DD, ചെക്ക് റിട്ടേൺ എക്സെട്ര. ചെക്ക് റിട്ടേൺ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഈ കേസിലൊക്കെ വരുന്ന കമ്മീഷൻ അതെടുക്കാനുള്ള റൈറ്റ് ബാങ്കറിനുണ്ട്. പ്രോസസ്സിംഗ് ഫീ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് പ്രോസസ്സിംഗ് ഫീസ് അവർക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. ദെൻ ലോക്കർ റെൻറ്റ്, ലോക്കർ ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് റെൻറ്റ് ചാർജ് ചെയ്യാം. യൂഷ്വലി ബാങ്കുകൾ ആനുവലി ആണ് എന്ത് ചെയ്യുക, ലോക്കർ റെൻ്റ് ഒക്കെ എടുക്കുക. ദെൻ ഡോക്യുമെൻറ്റ് ഹാൻഡ്ലിംഗ് ചാർജസ്, ഇങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ബാങ്കറിനുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് റൈറ്റ് ടു റിട്ടേൺ ചെക്സ്. റിട്ടേൺ ചെക്സ്, ചെക്ക് തിരിച്ചയക്കാനുള്ള റൈറ്റ് ബാങ്കറിനുണ്ട്. എപ്പോഴൊക്കെയാണ്? ദ ബാങ്കർ ക്യാൻ റിട്ടേൺ ചെക്സ് ഫോർ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്. അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ചെക്ക് തിരിച്ചയക്കും. റെഗുലർ ഇറഗുലർ എൻഡോഴ്സ്മെൻറ്റ്സ്, ഓക്കെ, ഇറഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു, എൻഡോഴ്സ്മെൻറ്റ്സ് നടക്കുന്നു, അപ്പോഴും ബാങ്ക് എന്ത് ചെയ്യും, ചെക്ക് റിട്ടേൺ ചെയ്യും. ദെൻ ഓൾട്രേഷൻസ്, ചെക്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം, പക്ഷെ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത സ്ഥലത്ത് വീണ്ടും എന്ത് ചെയ്യണം, ഡ്രോവർ സൈൻ ചെയ്യണം. ഓൾട്ടറേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ എക്സ്ട്രാ സിഗ്നേച്ചർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും ബാങ്ക് എന്ത് ചെയ്യും, ചെക്ക് തിരിച്ചയക്കും. ദെൻ സിഗ്നേച്ചർ മിസ്മാച്ച്, ഓക്കെ, സിഗ്നേച്ചർ മിസ്മാച്ച് ഉണ്ട്. ബാങ്കിലുള്ള സ്പെസിമെൻ സിഗ്നേച്ചർ പോലെയല്ല ചെക്കിലുള്ളത്. അവർക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിക്കഴിഞ്ഞാൽ, മിസ്മാച്ച് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും അവരെന്ത് ചെയ്യും, ചെക്ക് റിട്ടേൺ ചെയ്യും. ദെൻ ലീഗൽ ഓർഡേഴ്സ്, ഗാർണിഷ് ഓർഡർ, അറ്റാച്ച്മെൻറ്റ് ഓർഡർ പോലുള്ള ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ചെക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. ഫ്രോസൺ അക്കൗണ്ട്സ്, ഓക്കെ, ഈ ഓർഡർ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഫ്രോസൺ ആയിട്ടുള്ള, മരവിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അതിലും എന്ത് ചെയ്യും, ചെക്ക് റിട്ടേൺ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് റൈറ്റ്സ് ഓഫ് ബാങ്കർ. അപ്പോൾ ബാങ്കിന് പലതരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട്, ബാങ്കിന് ഒരുപാട് ഒബ്ലിഗേഷൻസും ഉണ്ട്. ബാങ്കിൻ്റെ റൈറ്റ്സിനെ ഒബ്ലിഗേഷൻസിനെയൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബാങ്കിൻ്റെ ഡിഫറെൻറ്റ് റൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, ഓക്കെ, ദെൻ റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ്, സർവീസ് ചാർജ് എക്സെട്ര. ഇങ്ങനെയുള്ള എല്ലാ റൈറ്റ്സും ആർക്കുള്ള റൈറ്റ്സ് ആണ്, ഒരു ബാങ്കറിനുള്ള റൈറ്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ?